എല്ലാവർക്കും നമസ്കാരം. +2 ബിസിനസ് സ്റ്റഡീസിലെ ഒന്നാമത്തെ ചാപ്റ്ററായ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് കോർഡിനേഷൻ എന്നുള്ളതാണ്. കോർഡിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് ദ ഓർഗനൈസേഷൻ ഗോൾ. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏകോപിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിനാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റിയും അല്ലേ, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളെയും ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് നമ്മൾ കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ ഈസ് റിഗാർഡ് ആസ് ദ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ എസൻസ് എന്നാണ് കോർഡിനേഷൻ അറിയപ്പെടുന്നത്. അതായത് മാനേജ്മെൻറ്റ് സത്ത. കോർഡിനേഷൻ ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യവും നമ്മുടെ ഓർഗനൈസേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. സോ കോർഡിനേഷൻ ഈസ് കൺസിഡേർഡ് ആസ് ദ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അത് പറയാനുള്ള കാരണം ഇതാണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ വിച്ച് ബൈൻഡ്സ് ഓൾ അതർ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് മറ്റുള്ള എല്ലാ മാനേജ്മെൻറ്റ് ഫംഗ്ഷനുകളെയും ഒന്ന് ബൈൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്ന, ഒരുമിച്ച് ചേർക്കുന്ന ഒരു പ്രവർത്തനമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കോർഡിനേഷനെ മാനേജ്മെൻറ്റ് എസൻസ് എന്ന് പറയുന്നത്. കോർഡിനേഷൻ ഈസ് സംടൈംസ് കൺസിഡേർഡ് ആസ് എ സെപ്പറേറ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മൾ കോർഡിനേഷനെ മാനേജ്മെൻറ്റ് ഒരു സെപ്പറേറ്റ് ഫംഗ്ഷനായിട്ട് പരിഗണിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചപ്പോൾ ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ് തിങ്കേഴ്സിൻ്റെ അവർ നൽകിയിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അതിൽ ഹെൻറി ഫയോൾ, ലൂഥർ ഗുള്ളിക് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് തിങ്കേഴ്സ് നൽകിയ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അതിൽ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഫംഗ്ഷൻ തന്നെയായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോർഡിനേഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മാനേജ്മെൻറ്റ് മറ്റുള്ള ഫംഗ്ഷനുകളെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനായിട്ട് നമ്മൾ പരിഗണിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. The process of coordinating the activities of an organization begins at the planning stage itself. അതായത് ഈ കോർഡിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ പ്ലാനിങ് സ്റ്റേജ് മുതൽ ആരംഭിച്ച് അത് കൺട്രോളിംഗ് വരെ തുറന്നുകൊണ്ടു പോകേണ്ട ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഇതിനെ സാധാരണഗതിയിൽ ഒരു സെപ്പറേറ്റ് ഫംഗ്ഷനായിട്ട് പരിഗണിക്കാത്തത്. കാരണം എല്ലാ മാനേജ്മെൻറ്റ് ഫംഗ്ഷനിലും എന്താവശ്യമാണ്? ഈ കോർഡിനേഷൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ കോർഡിനേഷനെ ഒരു സെപ്പറേറ്റ് ഫംഗ്ഷനായിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ പരിഗണിക്കാത്തത്. കോർഡിനേഷൻ ഇൻവോൾവ്സ് സിങ്ക്രണൈസേഷൻ ഓഫ് ദ ഡിഫറെൻറ്റ് ആക്ഷൻസ് ഓർ എഫേർട്സ് ഓഫ് ദ വേരിയസ് യൂണിറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ ഓർഗനൈസേഷനുള്ള വിവിധ യൂണിറ്റുകളെ നമ്മളൊന്ന് സിങ്ക്രണൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേപോലെ ആക്കുന്ന ഒരു പ്രവർത്തനത്തിനാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. സോ കോർഡിനേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഇൻ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൽ ഏറ്റവും വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫംഗ്ഷനാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. സോ ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ കോർഡിനേഷൻ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനാണ്. ജോർജ് ആർ ടെറി എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് തിങ്കർ നൽകിയിരിക്കുന്ന ഡെഫിനിഷനാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. സോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്, അക്കോർഡിംഗ് ടു ജോർജ് ആർ ടെറി, coordination deals with the task of blending efforts in order to ensure successful attainment of an objective. It is accomplished by means of planning, organizing, actuating and controlling. അതായത് അദ്ദേഹം പറയുന്നത്, ജോർജ് ആർ ടെറി പറയുന്നത്, കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ ഡീൽസ് വിത്ത് ദ ടാസ്ക് ഓഫ് ബ്ലെൻഡിങ് എഫേർട്സ് ഇൻ ഓർഡർ ടു എൻഷുർ സക്സസ്ഫുൾ അറ്റൈൻമെന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നമ്മൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് നേടുന്നതിന് വേണ്ടി ഓർഗനൈസേഷൻ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ എഫേർട്ടുകളെയും ബ്ലെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ് നമ്മൾ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇത് സാധ്യമാകുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ച്വേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. പ്ലാനിങ്ങിലൂടെ, ഓർഗനൈസിങ്ങിലൂടെ, ആക്ച്വേറ്റിങ്ങിലൂടെ, കൺട്രോളിങ്ങിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. അതായത് മാനേജ്മെന്റ് എല്ലാ ഫംഗ്ഷനുകളുടെയുമാണ് ഇത് സാധ്യമാകുന്നതെന്നാണ് ജോർജ് ആർ ടെറി പറയുന്നത്. എന്നിട്ട് നോക്കുക, അക്കോർഡിംഗ് ടു ജോർജ് ആർ ടെറി, കോർഡിനേഷൻ ഡീൽസ് വിത്ത് ദ task of blending efforts in order to ensure successful attainment of an objective. It is accomplished by means of planning, organizing, actuating and controlling. The next നമുക്ക് ഇനി നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർഡിനേഷൻ. അതായത് കോർഡിനേഷന്റെ സ്വഭാവം അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഒന്നാമതായിട്ട് പറയുന്നത് കോർഡിനേഷൻ ഇന്റഗ്രേറ്റ്സ് ഗ്രൂപ്പ് എഫേർട്ട്. കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ്സ് ഗ്രൂപ്പ് എഫേർട്ട് എന്ന് പറയുന്നു. ദ കൺസെപ്റ്റ് ഓഫ് കോർഡിനേഷൻ അപ്ലൈസ് ടു എ ഗ്രൂപ്പ് ആൻഡ് ഡസ് നോട്ട് ഇൻഡിവിജ്വൽ എഫേർട്ട്. അതായത് കോർഡിനേഷൻ എന്ന് പറയുന്നത് വേണ്ടത് എവിടെയാണ്? ഒരു ഗ്രൂപ്പ് എഫേർട്ടിലാണ്, അല്ല ഒരു ഇൻഡിവിജ്വൽ എഫേർട്ടിലല്ല കോർഡിനേഷൻ ആവശ്യം. ഒരു ഓർഗനൈസേഷൻ ഒരു എംപ്ലോയി മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ കോർഡിനേഷൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തോളൂ, അവിടെ ഒരു ഏകോപനത്തിന്റെ ആവശ്യമില്ല. പക്ഷേ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്, അവരെ ഒന്നിച്ചു കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. കാരണം അവർക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും ഉണ്ടാകുക. അവരുടെ ആ ഡിഫറെൻറ്റ്
ഇൻട്രസ്റ്റുകളെ നമ്മൾ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. സോ ദ കൺസെപ്റ്റ് ഓഫ് കോർഡിനേഷൻ അപ്ലൈസ് ടു എ ഗ്രൂപ്പ് and does not individual effort. So coordination is needed when there is a group effort is involved, and coordination unifies unrelated and diverse interest into the fulfillment of the organization goal. നമ്മുടെ ഓർഗനൈസേഷനുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളെ, അതായത് എംപ്ലോയീസിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇൻട്രസ്റ്റുകളെ നമ്മൾ ഓർഗനൈസേഷന്റെ ഗോൾ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ യൂണിഫൈ ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ കോർഡിനേഷൻ ഇന്റഗ്രേറ്റ്സ് ഗ്രൂപ്പ് എഫേർട്ട്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നു കോർഡിനേഷൻ എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ. അതായത് പ്രവർത്തനങ്ങളിൽ ഒരു ഐക്യം ഉണ്ടാക്കാൻ കോർഡിനേഷൻ നമ്മളെ സഹായിക്കുന്നതാണ് പറയുന്നത്. പ്രവർത്തന ഐക്യം, യൂണിറ്റി ഓഫ് ആക്ഷൻ. യൂണിറ്റി ഓഫ് എഫേർട്ട് ഈസ് നെസറി ടു ഒബ്റ്റെയിൻ കോമൺ ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മളുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള എന്താണ്? നമ്മുടെ എഫേർട്ട്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു ഐക്യം ഉണ്ടാകുകയാണ്. നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ, ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ഒബ്ജക്റ്റീവ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദ പർപ്പസ് ഓഫ് കോർഡിനേഷൻ ഈസ് ടു എൻഷുവർ യൂണിറ്റി ഓഫ് ആക്ഷൻ ഇൻ ദ റിയലൈസേഷൻ ഓഫ് കോമൺ പർപ്പസ്. ഇവിടെ കോർഡിനേഷന്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പ്രവർത്തനങ്ങളിൽ ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കുക. കോർഡിനേഷനിലൂടെ നമ്മൾ എല്ലാ ഇൻട്രസ്റ്റുകളെയും, എംപ്ലോയീസിന്റെ എല്ലാ താല്പര്യങ്ങളും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കോമൺ പർപ്പസ് നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. സോ യൂണിറ്റി ഓഫ് ആക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് ദ ഹേർട്ട് ഓഫ് കോർഡിനേഷൻ. അപ്പൊ ഇവിടെ കോർഡിനേഷന്റെ ഹേർട്ട് എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് ആക്ഷൻ ആണ്. ഓർത്തിരിക്കുക, ദ യൂണിറ്റി ഓഫ് ആക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് ദ ഹേർട്ട് ഓഫ് കോർഡിനേഷൻ. അതായത് ഐക്യമില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. സോ കോർഡിനേഷൻ എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ. ദെൻ തേർഡ് പോയിന്റ് പറയുന്നു കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയയാണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, നെവർ എൻഡിങ് പ്രോസസ് ആണെന്ന് പറയുന്നു. കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ദ മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽസ് ആൻഡ് അറ്റ് ഓൾ ടൈംസ്. അതായത് കോർഡിനേഷൻ എന്ന് പറയുന്നത് എല്ലാ മാനേജേഴ്സും ഏത് ലെവലിലായാലും, ടോപ്പ് ലെവലായാലും മിഡിൽ ലെവലായാലും ലോവർ ലെവലായാലും, അതുപോലെ തന്നെ എല്ലാ സമയത്തും ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ് കോർഡിനേഷൻ. അതായത് നമ്മൾ ഓർഗനൈസേഷൻ നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ആവശ്യമാണ്? കോർഡിനേഷൻ ആവശ്യമാണ് നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി. സോ കോർഡിനേഷൻ ബിഗിൻസ് അറ്റ് ദ പ്ലാനിംഗ് സ്റ്റേജ് ആൻഡ് കണ്ടിന്യൂസ് ടിൽ കൺട്രോളിംഗ്. പ്ലാനിംഗ് സ്റ്റേജ് മുതൽ ആരംഭിച്ച് കൺട്രോളിംഗ് വരെ തുടർന്നുകൊണ്ട് പോകുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് പോയിന്റിൽ പറയുന്നു കോർഡിനേഷൻ ഈസ് ആൻ ഓൾ പെർവാസീവ് ഫംഗ്ഷൻ. കോർഡിനേഷൻ എന്ന് പറയുന്നത് സർവ്വവ്യാപിയായ ഒരു പ്രവർത്തനമാണ്. ഇത് സാർവത്രികമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ is required at all levels of management due to the interdependent nature of activities of various departments. കോർഡിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ആവശ്യമുള്ള ഒരു പ്രവർത്തനമാണെന്ന് പറയുന്നു. നമുക്കറിയാം നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധിതമാണ്, ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷൻ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ഇന്റർ ഡിപ്പെൻഡന്റ് നേച്ചർ കൊണ്ട് നമ്മൾക്ക് അവിടെ കോർഡിനേഷൻ ആവശ്യമാണ്. ഈ ഡിപ്പാർട്ട്മെന്റ് എല്ലാം നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോകണം, ഒരു ഏകോപിപ്പിച്ച് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷൻ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ കോർഡിനേഷൻ ഇന്റഗ്രേറ്റ്സ് ദ എഫേർട്ട് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഡിഫറെന്റ് ലെവൽസ്. ഓരോ ഡിഫറെന്റ് ലെവൽസിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. സോ കോർഡിനേഷൻ നീഡഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ എല്ലാ ലെവൽസിലും ആവശ്യമുള്ള ഒരു പ്രവർത്തനമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം കോർഡിനേഷൻ ഈസ് ആൻ ഓൾ പെർവാസീവ് ഫംഗ്ഷൻ. ദെൻ അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് കോർഡിനേഷൻ ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. കോർഡിനേഷൻ എന്ന് പറയുന്നത് എല്ലാ മാനേജേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ്. റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. കോർഡിനേഷൻ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എവറി മാനേജർ ഇൻ ദ ഓർഗനൈസേഷൻ. ടോപ്പ് ലെവൽ മാനേജേഴ്സ് നീഡഡ് ടു കോർഡിനേറ്റ് വിത്ത് ദെയർ സബോർഡിനേറ്റ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനുള്ള എല്ലാ മാനേജേഴ്സും കോർഡിനേഷൻ എന്ന് പറയുന്ന പ്രവർത്തനം നടത്തിയിരിക്കണമെന്നാണ് പറയുന്നത്. ടോപ്പ് ലെവൽ മാനേജേഴ്സിന് അവരുടെ സബോർഡിനേറ്റിനെ കോർഡിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് മിഡിൽ ലെവൽ, ലോവർ ലെവൽ മാനേജേഴ്സിനെ. മിഡിൽ ലെവൽ മാനേജ്മെന്റ് കോർഡിനേറ്റ് ദ ടോപ്പ് ലെവൽ ആൻഡ് ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ്. മിഡിൽ ലെവൽ മാനേജേഴ്സ് ടോപ്പ് ലെവൽ മാനേജ്മെന്റുമായിട്ടും ഫസ്റ്റ് ലൈൻ അതായത് ലോവർ ലെവൽ മാനേജേഴ്സുമായിട്ടും കോർഡിനേഷൻ നടത്തേണ്ടതായിട്ട് വരും. ദെൻ ലോവർ ലെവൽ മാനേജർ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ലെവൽ മാനേജർ കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഇറ്റ്സ് വർക്കേഴ്സ്. ഓപ്പറേഷണൽ ലെവൽ മാനേജർ അവരുടെ വർക്കേഴ്സിന്റെ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ നോക്കിയാൽ ഏത് ലെവലിലുള്ള മാനേജേഴ്സ് ആയാലും നമ്മളവിടെ കോർഡിനേഷൻ ആവശ്യമാണെന്ന് പറയുന്നു. കോർഡിനേഷൻ എന്ന് പറയുന്നത് എല്ലാ മാനേജേഴ്സിന്റെയും ഒരു ഫംഗ്ഷൻ ആണ്. Then the top level try to coordinate the overall plans and policies of the organization. Top level management പരിശ്രമിക്കുന്നത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഓവറോൾ പ്ലാൻസ് ആൻഡ് പോളിസീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യാനാണ്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് ട്രൈ ടു കോർഡിനേറ്റ് ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസ്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസ് ആണ്. അവരുടെ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനങ്ങളാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്.
ആൻഡ് ദ ലോവർ ലെവൽ കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിന്റെ പ്രവർത്തനങ്ങളെയാണ് ലോവർ ലെവൽ മാനേജ്മെന്റ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ നമുക്ക് പറയാൻ കഴിയും കോർഡിനേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. ദെൻ സിക്സ്ത് പോയിന്റ്, കോർഡിനേഷൻ ഈസ് എ ഡെലിബറേറ്റ് ഫംഗ്ഷൻ. കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു ഡെലിബറേറ്റ് ഫംഗ്ഷനാണ്. നമ്മൾ മനഃപൂർവ്വം നടത്തുന്ന, അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനമാണ്, അല്ലാതെ അറിയാതെ സംഭവിക്കുന്ന ഒന്നല്ല കോർഡിനേഷൻ എന്ന് പറയുന്നത്. എ മാനേജർ ഹാസ് ടു കോർഡിനേറ്റ് ദ എഫേർട്സ് ഓഫ് ഡിഫറെന്റ് പീപ്പിൾ ഇൻ എ കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ് മാനർ. ഒരു മാനേജർ കോർഡിനേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ നടത്തുന്നത് കോൺഷ്യസ് ആയിട്ടും അതുപോലെ തന്നെ ഡെലിബറേറ്റ് ആയിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തണം എന്നാണ് പറയുന്നത്. എവറി മാനേജർ ട്രൈസ് ടു കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഓർഗനൈസേഷൻ ടു അവോയ്ഡ് കൺഫ്യൂഷൻ. കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി മാനേജേഴ്സ് കോർഡിനേഷൻ എല്ലാ വർക്കേഴ്സിനെയും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും തമ്മിലൊന്ന് ഏകോപിപ്പിച്ചു കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. വിതൗട്ട് കോർഡിനേഷൻ എഫേർട്സ് ഓഫ് ഇൻഡിവിജ്വൽസ് കനോട്ട് ബി യുണൈറ്റഡ് ആൻഡ് ഇന്റഗ്രേറ്റഡ്. നമുക്കറിയാം കോർഡിനേഷൻ ഇല്ലെങ്കിൽ തൊഴിലാളികളുടെ എഫേർട്ട് നമ്മൾ യുണൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ, ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധ്യമാകില്ല എന്നാണ് പറയുന്നത്. അവിടെ ഒരു നല്ലൊരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിന്റെയും പ്രവർത്തനങ്ങൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ദാറ്റ് ഈസ് വൈ while performing various activities in the organization, managers deliberately perform coordination function. അതായത് ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഒരു മാനേജർ ഡെലിബറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ ഈസ് എ ഡെലിബറേറ്റ് ഫംഗ്ഷൻ. ഇത്രയുമാണ് നമ്മുടെ കോർഡിനേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നാമതായ പോയിന്റിൽ പറഞ്ഞു കോർഡിനേഷൻ ഇന്റഗ്രേറ്റ്സ് ഗ്രൂപ്പ് എഫേർട്ട്. ദെൻ സെക്കൻഡ്, കോർഡിനേഷൻ എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ. തേർഡ് പോയിന്റിൽ പറഞ്ഞു കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഫോർത്ത് പോയിന്റിൽ പറഞ്ഞു കോർഡിനേഷൻ ഈസ് ആൻ ഓൾ പെർവാസീവ് ഫംഗ്ഷൻ. ദെൻ ഫിഫ്ത്ത് പോയിന്റിൽ കോർഡിനേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. ആൻഡ് ലാസ്റ്റ്, കോർഡിനേഷൻ ഈസ് എ ഡെലിബറേറ്റ് ഫംഗ്ഷൻ. ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ ആണ്. കോർഡിനേഷന്റെ പ്രാധാന്യം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കോർഡിനേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നമ്മുടെ ഓർഗനൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ പ്രാധാന്യം എന്താണ്? കോർഡിനേഷൻ ഈസ് ഇമ്പോർട്ടന്റ് ആസ് ഇറ്റ് ഇന്റഗ്രേറ്റ്സ് ദ എഫേർട്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ്. കോർഡിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള പ്രധാന കാരണം ഇതാണ്. കോർഡിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനുള്ള ഇൻഡിവിജ്വലിനെയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റുകളെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന, സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ്. ദി പ്രൈമറി റീസൺ ഫോർ കോർഡിനേഷൻ ഈസ് ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഇൻ ദ ഓർഗനൈസേഷൻ ആർ ഇന്റർ ഡിപ്പെൻഡന്റ്. അതായത് കോർഡിനേഷൻ ആവശ്യമാണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. നമ്മുടെ ഓർഗനൈസേഷന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്, പരസ്പര ബന്ധിതമാണ്. ഒന്നില്ലെങ്കിൽ ഒന്നിന് നിലനിൽപ്പില്ല. ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് നിലനിൽപ്പില്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ഒരു നേച്ചർ വെച്ചുകൊണ്ടാണ് നമ്മൾ കോർഡിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഈ ഇന്റർ ഡിപ്പെൻഡന്റ് നേച്ചർ കൊണ്ടാണ് കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്ന് നമ്മൾ പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് ഗ്രോത്ത് ഇൻ സൈസ്. അതായത് സൈസിലെ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളുടെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് കോർഡിനേഷൻ ആവശ്യമാണ്. The scale of doing business is increasing day by day. Any increase in the scale of the business also result in an increase in the number of employees. നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷൻ ദിനം പ്രതി അത് വളർന്നുകൊണ്ടിരിക്കുന്നതാണ്, ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ? നമ്മുടെ എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും അങ്ങനെ നോക്കിയാൽ അങ്ങനെയാണ്, അത് ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ എംപ്ലോയീസിന്റെ നമ്പറും കൂടും അല്ലേ? ഒരു ബിസിനസ് സ്ഥാപനം വളർന്നു എന്ന് പറഞ്ഞാൽ, അത് ഡെവലപ്പായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് എംപ്ലോയീസിനൊക്കെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഇങ്ങനെ അഡീഷണൽ ആയിട്ട് എംപ്ലോയീസിന്റെ നമ്പർ കൂടുന്നതനുസരിച്ച് അവിടെ എന്ത് ആവശ്യമാണ്? ഈ എംപ്ലോയീസിനെ എല്ലാം നമ്മൾ കോർഡിനേറ്റ് ചെയ്യേണ്ടതും ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ നോക്കുക, നമ്മുടെ ഓർഗനൈസേഷൻ 2 എംപ്ലോയി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അവരെ രണ്ടുപേരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മുടെ ഓർഗനൈസേഷൻ കൂടുതൽ വളർന്നതുകൊണ്ട് നമ്മളൊരു 50 എംപ്ലോയീസിനെ നിയമിച്ചു എന്ന് വിചാരിക്കുക. ഈ 50 പേരെയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു കോർഡിനേഷൻ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. All individuals differ in their habits of work, background, approaches to situations, interest, objectives of working and relationship with others. നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷനുള്ള എംപ്ലോയീസ് അവരുടെ സ്വഭാവത്തിലെല്ലാം അവർ വ്യത്യാസപ്പെട്ടിരിക്കും. അത് ഒരേപോലെ അല്ല എന്നാണ് പറയുന്നത്. അവരുടെ ഹാബിറ്റ് ഓഫ് വർക്ക്, ജോലി ചെയ്യുന്നതിനുള്ള അവരുടെ ഹാബിറ്റ്, അതേപോലെ ബാക്ക്ഗ്രൗണ്ട്, അപ്രോച്ചസ് ടു സിറ്റുവേഷൻ, ഓരോ സിറ്റുവേഷനെ അവർ അപ്രോച്ച് ചെയ്യുന്നതനുസരിച്ച്, ഇൻട്രസ്റ്റ്, അവരുടെ താല്പര്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്കിംഗ്, ജോലി ചെയ്യുന്നതിനുള്ള ലക്ഷ്യങ്ങൾ, ഇതെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ പരസ്പരം വ്യത്യാസങ്ങളായിട്ടുള്ള സ്വഭാവമുള്ള എംപ്ലോയീസിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി. It may become difficult to integrate their efforts, and however all these people have to work together as a group despite of these differences. ഇങ്ങനെയുള്ള ഈ ഡിഫറൻസുകൾ ഉണ്ടെങ്കിലും എല്ലാവരും ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ നമ്മൾക്ക്
ഓർഗനൈസേഷൻ്റെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് സാധ്യമാകുന്ന ഏതിലൂടെയാണ്? കോർഡിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനിലൂടെയാണ് നമുക്ക് ഈ ഒരു കാര്യം സാധ്യമാകുന്നത്. എല്ലാവരെയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധ്യമാകുന്നത്. ഇതാണ് ഗ്രോത്ത് ഇൻ സൈസ് എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ, അതായത് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിലുള്ള തരംതിരിവുകൾ. ഫങ്ഷൻസ് ഓഫ് an organization divide into departments, divisions and sections. നമ്മൾക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടതാണ്, നമ്മുടെ ഓർഗനൈസേഷനെ നമ്മൾ അതിന്റെ പ്രവർത്തനം എളുപ്പമാക്കുന്നതിന് വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റ്, അതായത് പ്രവർത്തനങ്ങൾ വളരെ ഈസി ആക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരു ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാകാതെ അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. So there may be a clash of interest among the various departments in an organization. അപ്പോൾ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റുകളായി തരംതിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റിനും നമ്മൾ ടാർഗറ്റ് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റുകൾ ശ്രമിക്കുന്ന അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവരുടെ സ്വന്തമായ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് തടസ്സമാകുമെന്നാണ് പറയുന്നത്. സോ ഇവിടെയാണ് കോർഡിനേഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. സോ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. So the various departments in an organization, such a situation becomes a very big hindrance in the achievement of the organizational goal. By establishing proper coordination, we can avoid clashes between the ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പോൾ പ്രോപ്പർ ആയിട്ടൊരു കോർഡിനേഷൻ നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്ലാഷ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതാണ് കോർഡിനേഷന്റെ രണ്ടാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് പറയുന്നു സ്പെഷ്യലൈസേഷൻ, വൈദഗ്ധ്യവൽക്കരണം. അതായത് ഇപ്പോൾ ഈ മോഡേൺ മാനേജ്മെന്റിൽ ഇവിടെ വൈദഗ്ധ്യവൽക്കരണമാണ്, സ്പെഷ്യലൈസേഷൻ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മോഡേൺ ഓർഗനൈസേഷൻസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. So in order to avail the benefit of specialization, one main activity is divided into various sub-activities and each of these allotted to different persons. അവിടെ വൈദഗ്ധ്യവൽക്കരണം അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇതാണ്, നമ്മുടെ ഓർഗനൈസേഷന്റെ മെയിൻ ആക്ടിവിറ്റിയെ നമ്മൾ ചെറിയ ചെറിയ സബ് ആക്ടിവിറ്റികളായി തരംതിരിച്ചുകൊണ്ട് ഓരോ ആക്ടിവിറ്റിയും ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഡിഫറെന്റ് പേഴ്സൺസിനെ ഇൻഡിവിജ്വൽസിനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും. അവരത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് അവരതിൽ സ്പെഷ്യലിസ്റ്റായി മാറും. ഇതിനാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോ സ്പെഷ്യലിസ്റ്റ് ഡസ് നോട്ട് ടേക്ക് അഡ്വൈസ് ഓർ സജഷൻ ഫ്രം അതേഴ്സ്. ഇവിടെയുള്ളൊരു പ്രശ്നം ഇതാണ്, നമ്മൾ ഒരു മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ അഡ്വൈസ് സ്വീകരിക്കാൻ പോകില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു പ്രശ്നം. അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, മറ്റുള്ളവരുമായി ഈഗോ ക്ലാഷസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദിസ് ഓഫൻ ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ് അമംഗ് അതേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ആരായതെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ക്ലാഷസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രശ്നം നമ്മൾ പരിഹരിക്കാൻ കഴിയുന്നത് ഇതിലൂടെയാണ്, കോർഡിനേഷനിലൂടെയാണ്. ഇൻ സച്ച് എ സിറ്റുവേഷൻ, ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദ ആക്ടിവിറ്റീസ് ബീങ് പെർഫോംഡ് ബൈ വേരിയസ് പീപ്പിൾ സക്സസ്ഫുള്ളി, ഇറ്റ് ഈസ് വെരി നെസസറി ടു എസ്റ്റാബ്ലിഷ് കോർഡിനേഷൻ എമംഗ് ദം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ എന്താവശ്യമാണ്? കോർഡിനേഷൻ നമുക്ക് ആവശ്യമാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കോർഡിനേഷന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഒന്നാമതായിട്ട് പറഞ്ഞത് ഗ്രോത്ത് ഇൻ സൈസ്, ദെൻ സെക്കൻഡ് ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ, ദെൻ സ്പെഷ്യലൈസേഷൻ. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്? നമ്മൾ ആദ്യമായിട്ട് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് പഠിച്ചു, അതിൻ്റെ സിഗ്നിഫിക്കൻസ് പഠിച്ചു, ദെൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ കണ്ടു, ദെൻ നേച്ചർ ഓഫ് മാനേജ്മെന്റ് കണ്ടു, ദെൻ കോർഡിനേഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുക. താങ്ക് യു.